ഇന്ന് നമുക്ക് അടിപൊളി ഒരു കോഴിക്കോട് ബിരിയാണി റെഡിയാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനകത്തേക്ക് സവാള, 2-3 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. ഇനി ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കിച്ചിരിക്കുന്ന മട്ടനും, മല്ലിയില, പുതിനയില, തൈര്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിനകത്ത് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ലോ കുക്ക് ചെയ്താണ് എടുത്തേക്കുന്നത്. ഈ മട്ടൺ വെന്ത് പാകമായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ബിരിയാണി മസാലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയോട് ചേർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കി എടുക്കാം. ഈ രീതിക്ക് വേണം റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മട്ടന് മുകളിൽ ദം ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കിസ്മിസ്, കാഷ്നട്ട്, പിന്നെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കലക്കി വെച്ചേക്കുന്നത്. അതിന് മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ട് ദം ചെയ്തെടുക്കാം.